വയനാട് കേണിച്ചിറയിൽ 2 പശുക്കളെ കൂടി കടുവ കൊന്നു എന്നുള്ള വാർത്ത വരികയാണ്. കേണിച്ചിറ മാളിയേക്കൽ ബെന്നിയുടെ തൊഴുത്തിൽ കെട്ടിയ പശുക്കളെയാണ് പുലർച്ചെ കടുവ കൊന്നത്. എം കമൽ അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. കമൽ, ഗുഡ് മോർണിംഗ്. പക്ഷേ അത്ര നല്ല വാർത്തയല്ല അവിടെ നിന്ന് നൽകാനുള്ളത്. വീണ്ടും കടുവാ ഭീതി അത് ഗൗരവതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. വീണ്ടും 2 പശുക്കൾക്ക് കൂടി ജീവൻ നഷ്ടമാകുന്നു എന്നുള്ള വിവരം വരുമ്പോൾ എന്താണിപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ആകെ ഒരു അവസ്ഥ എന്താണ്? എത്രത്തോളം ഭീതിതമാണ് സാഹചര്യം? എപ്പോഴായിരുന്നു കടുവയുടെ ഒടുവിലത്തെ ആക്രമണം? അക്ഷയ, ഭീതിയുള്ള അന്തരീക്ഷം തന്നെയാണ് കേണിച്ചിറയിൽ നിലനിൽക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ മാളിയേക്കൽ ബെന്നിയുടെ 2 പശുക്കളെ കടുവ കൊന്നത്. ഇന്നലെ രാത്രി 10 മണിക്ക് കുറച്ചപ്പുറത്ത് പള്ളിത്താഴെ സാബുവിന്റെ ഒരു പശുവിനെയും കടുവ കൊന്നിരുന്നു. അതായത് 2 ദിവസത്തിനിടയ്ക്ക് 4 പശുക്കളെയാണ് കടുവ കൊന്നത്. ആദ്യത്തെ പശുവിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. കടുവ ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ കൂട്ടിൽ കയറിയില്ല. തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിലാണ് 3 പശുക്കളെ കൂടി കടുവ കൊന്നിരിക്കുന്നത്. ഈ പുലർച്ചെ കടുവയുടെ ആക്രമണം ഉണ്ടായ ആ വീട്ടിലെ മാളിയേക്കൽ ബെന്നി നമ്മളോടൊപ്പം ഉണ്ട്. എത്ര മണിക്കാണ് സംഭവിച്ചത്? 3 മണി കഴിഞ്ഞിട്ടാണ്. കടുവനെ നേരിട്ടുണ്ട്. പിടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഈ രാത്രി 10 മണിക്ക് സാബുവിന്റെ വീട് എന്ന് പറയുന്ന ഇവിടുന്ന് 500 മീറ്റർ. ആദ്യത്തെ അവിടുന്ന് ഞങ്ങൾ ഏകദേശം 1 മണിയായിട്ടാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. അവിടെ പോയി ഞങ്ങൾ തിരിച്ച് 1 മണിയായിട്ട് കയറി കടന്നിട്ടുണ്ടായിരുന്നു. ഈ മിനിഞ്ഞാന്ന് കടുവ പിടിച്ചത് ഇവിടെ അടുത്ത് അത് തന്നെ അത് വലിയ അടുത്ത് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഈ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. ആ സാധനം തന്നെയാണ്, ആ കട തന്നെയാണ്. നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ വനാതിർത്തിയിലേക്ക് എത്ര ദൂരം ഉണ്ടോ? 1 കിലോമീറ്റർ റെസ്റ്റ്. ഏത് ഭാഗം? ഈ കുപ്പ? ഇല്ല, ഇതിപ്പോ കറക്കുന്ന പശുവായിരുന്നു. ചെനയുള്ളതാണ്. 8 മാസം കഴിഞ്ഞു. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ബെന്നിച്ചേട്ടന്റെ 2 പശുക്കളെ കടുവ കൊന്നത്. കമൽ, ഇനിയിപ്പോൾ ഈ ആളുകൾ വലിയ ഭീതിയുണ്ട്. കടുവയുടെ കാൽപ്പാടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വനംവകുപ്പിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് ഇനി? എന്തായാലും കടുവയെ മയക്കുവെടി വെക്കണമെന്നുള്ള ആവശ്യമാണ് ആളുകളിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ 4 പശുക്കളെ കൊന്നു കഴിഞ്ഞു. കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കൂട്ടിൽ കടുവ കയറിയിട്ടില്ല. മാത്രമല്ല, ഈ തുടർച്ചയായി ഇങ്ങനെ പശുക്കളെ ആക്രമിക്കുമ്പോൾ കടുവയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ദിവസങ്ങളായി ഇര തേടിയിട്ടില്ല, അല്ലെങ്കിൽ കാട്ടിൽ ഇര തേടാൻ കഴിയുന്നില്ല. അത്തരത്തിൽ പരിക്കോ പ്രായാധിക്യമോ മൂലം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാകണം ഇങ്ങനെ തുടർച്ചയായി ഒരേ ദിവസം ഒരു രാത്രി തന്നെ 3 പശുക്കളെയൊക്കെ കടുവ ആക്രമിക്കുന്നത് സാധാരണ ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോൺഫ്ലിക്ട് ടൈഗർ ആണെങ്കിൽ കൂടി ഒരു ദിവസം ഇത്തരത്തിൽ 3 സ്ഥലത്ത് ആക്രമണം ഉണ്ടാകുന്നത് സാധാരണ സംഭവമല്ല. അപ്പോൾ ദിവസങ്ങളായി ഒരു പക്ഷേ ഇര തേടാതിരുന്ന വിശന്ന് വലഞ്ഞ കടുവയായിരിക്കണം. അതിന് കാട്ടിൽ ഇര തേടാൻ കഴിയുന്നുണ്ടാകില്ല. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എന്തായാലും കടുവയെ പിടികൂടേണ്ടി വരുമെന്ന് തന്നെയാണ് ഈ സാഹചര്യം വിലയിരുത്തുമ്പോൾ പറയാൻ കഴിയുക. മറ്റൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നത് വനം വകുപ്പിന് ആവശ്യമായ ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഈ പ്രദേശം ഉൾപ്പെടുന്ന സൗത്ത് വയനാട് ഡിവിഷന് സ്ഥിരം DFO ഇല്ലാതായിട്ട് ഇപ്പോൾ 2 മാസമാകുന്നു. DFOയെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റി പകരം ചുമതല കൊടുത്തിരിക്കുന്നത് പാലക്കാട് മറ്റ് ഒരുപാട് ചുമതലകളുള്ള അസിസ്റ്റന്റ് കൺസർവേറ്റർക്കാണ്. അദ്ദേഹത്തിന് മുഴുവൻ സമയം വയനാട്ടിൽ നിൽക്കാൻ കഴിയില്ല. പാലക്കാട് നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റുന്ന ദൂരവുമല്ല. അത്തരത്തിൽ DFO ഇല്ല. ഈ സ്ഥലം ഉൾപ്പെടുന്ന ചെതലയം റേഞ്ചിലെ റേഞ്ച് ഓഫീസറെ വനം വകുപ്പ് 3 മാസത്തെ പരിശീലനത്തിന് അയച്ചിരിക്കുന്നു. ചെതലയം മാത്രമല്ല, ഇതേപോലെ തന്നെ പ്രശ്നമുള്ള മേപ്പാടി റേഞ്ചിലെയും റേഞ്ച് ഓഫീസറെ പരിശീലനത്തിന് അയച്ചിരിക്കുന്നു. പകരം ചുമതല നൽകിയിരിക്കുന്നത് മറ്റ് റേഞ്ചുകളിലെ ഓഫീസർമാർക്കാണ്. അവർക്ക് അവരുടെ റേഞ്ചിൽ തന്നെ ചുമതലകളുണ്ട്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. ഡെപ്യൂട്ടി റേഞ്ചറും നിലവിൽ സ്ഥലത്തില്ല, ലീവിലാണ് എന്നാണ് അറിയുന്നത്. ഇത്തരത്തിൽ വനം വകുപ്പിന് വലിയ രീതിയിൽ ആൾബലം കുറവുണ്ട്. ഉദ്യോഗസ്ഥരില്ല, തീരുമാനങ്ങൾ എടുക്കേണ്ട ഉദ്യോഗസ്ഥരില്ലാത്ത ഒരവസ്ഥയുണ്ട്. തുടർച്ചയായി മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഗുരുതരമായ അനാസ്ഥ വനം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉന്നതാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അക്ഷയ, ശരി, എന്തായാലും കടുവ കറങ്ങി നടക്കുക തന്നെ ചെയ്യുകയാണ്. അവിടെ ഗൗരവതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 4 പശുക്കളെ കടുവ ആക്രമിച്ചു കൊന്നിരിക്കുന്നു. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അവിടെ ഉദ്യോഗസ്ഥർ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാത്ത ഉൾപ്പെടെയുള്ള വീഴ്ചകളടക്കമാണ് കമൽ ചൂണ്ടിക്കാണിക്കുന്നത്.